താങ്ക് യു രമ്യ. ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ചാവറ കൾച്ചർ സെൻ്ററിൻ്റെ AD എന്ന ഇപ്പോഴത്തെ അനുവച്ച സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒത്തിരിയേറെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുമായിട്ട് കടപ്പാടുകളും സ്നേഹവും ബന്ധങ്ങളും എല്ലാം ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. സിനിമ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും സംഭവ്യമാകുന്ന ഒരു പ്രതിഭാസം പോലെ എനിക്ക് തോന്നിയത്. ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് യാത്രകൾ 2-3 കൊല്ലമായുള്ളൂ ഞാൻ ഇതിനകത്ത് ഇറങ്ങിയിട്ട്. പക്ഷേ എങ്ങനെയൊക്കെയോ സംഭവിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ്. അനേകം കലാകാരന്മാരുടെയും അനേകം പേരുടെ സ്വപ്നങ്ങളുടെയും ആയിരക്കണക്കിന് ആൾക്കാരുടെ പിന്നിലെ പ്രവർത്തനങ്ങളുടെയും കഠിനാധ്വാനത്തിൻ്റെയും എല്ലാം ഫലമായി ഒരുപക്ഷെ നന്നായി വന്നാൽ സന്തോഷത്തോടെയും കൈവിട്ടു പോയാൽ എല്ലാം കൈവിട്ടു പോകുന്നതുമായ ഒരു പ്രത്യേക അനുഭവമാണ് സിനിമ. എന്നാൽ അവിടെ വീണ്ടും അനേകം സിനിമകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കലയോടുള്ള സ്നേഹമോ ഒരുപക്ഷെ ഈ സമൂഹത്തിൻ്റെ മുഖം കാണിക്കാനുള്ള ആശയങ്ങളൊക്കെയാണ് സിനിമയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഒരു പരിധിവരെ. ഇപ്പോൾ CN ഗ്ലോബൽ മൂവീസ് ഞാൻ രണ്ടാമത് ചെയ്യുന്ന ചിത്രമാണിത്. ആദ്യ ചിത്രം ഉണ്ടായത് ഞാൻ ഒരിക്കലും ഒരു സിനിമയുടെ ആളല്ല, ഞാനായിരുന്നത് കലാരംഗത്താണ്, പാട്ടിൻ്റെ മേഖലകളാണ്. എന്നാൽ അത് സിനിമയിലേക്ക് ഒരു നല്ല പ്രവർത്തനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചല്ല, നല്ല കലാസൃഷ്ടികളോ നല്ല പാട്ടുകളോ ഒക്കെ വേണം എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ഇറങ്ങുമ്പോൾ എന്നോടൊപ്പം 15 സഹോദരങ്ങൾ പ്രവാസികളായവർ ഒന്ന് ചേർന്ന് ഞങ്ങൾ CN ഗ്ലോബൽ എന്ന സിനിമ നെറ്റ്വർക്കിംഗ് കമ്പനി എന്ന ഒരു കമ്പനി രൂപീകൃതമാക്കുകയും ആദ്യം ഒരു കുടുംബ ചിത്രം ജോണി ആന്റണി ചേട്ടനെയും അജു വർഗീസിനെയും അനനെയും മഞ്ജുപിള്ളയൊക്കെ ചേർത്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുകയും ചെയ്തു. ഞങ്ങളെ ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള ചിത്രം അത് വലിയ വിജയമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവനുള്ള മലയാളികൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയം, അതിലെ ഗാനങ്ങളുമൊക്കെ. അപ്പോൾ ഈ മേഖലയിൽ കടന്നു വന്നിട്ട് ഇവിടം വരെ ഇപ്പം നിൽക്കുന്നെങ്കിൽ ആദ്യം ദൈവത്തോട് നന്ദി പറയുകയാണ്. അതോടൊപ്പം ആദ്യം ഈ സംവിധാനം തുടങ്ങാൻ വേണ്ടി എന്നോട് നിന്ന 15 പേരോടുമുള്ള ഹൃദയത്തിലെ നന്ദി പറഞ്ഞുകൊണ്ടും ഈ സിനിമ എങ്ങനെ ഉണ്ടായി എന്നത് ചെറിയ സമയം കൊണ്ട്, കാരണം നമ്മുടെ സമയം 4:30-ക്കാണ് നമ്മൾ പറഞ്ഞിരുന്നത്, 4-നൊക്കെ വന്നവരിവിടെ ഉണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. നിങ്ങളെ ഒത്തിരി ഉപദ്രവിക്കാതെ ഈ സിനിമയുടെ ഭാഗത്തിലേക്ക് ഞാൻ കടക്കും. ഈ ഇരിക്കുന്ന ആഘോഷത്തിൻ്റെ ടീമംഗങ്ങളും അതിനെ സ്നേഹിച്ചവരും ഞങ്ങളോട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരുമാണ്. അപ്പം നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ പേര് വിട്ടുപോയാലോ പേര് പറയാൻ പറ്റിയില്ലെങ്കിലും ഒന്നും നിങ്ങൾ വിഷമിക്കരുത്. കാരണം നിങ്ങളുടെ എല്ലാം മുഖമായിട്ട് ഞാൻ നമുക്ക് വേണ്ടി പുറത്തുനിന്ന് വിളിച്ചു വന്ന ഗസ്റ്റിനെയൊക്കെയാണ് സ്വാഗതം ചെയ്യുക. ആഘോഷം എന്നത് ഞങ്ങൾ സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്ന എൻ്റെ ഒരു മ്യൂസിക് ബന്ധം ഉള്ള സ്റ്റീഫനോട് സംസാരിച്ചപ്പോൾ ഗുമസ്തൻ എന്ന സിനിമ മനോഹരമായി നിങ്ങൾക്ക് സമ്മാനിച്ച അമൽ കെ ജോബിയെയും അതോടൊപ്പം തന്നെ ജെയ്സും ഒക്കെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് ഇതിൻ്റെ പ്രൊജക്ട് ഡിസൈൻ ടൈറ്റസും ഒക്കെ കൂടെ ഞങ്ങൾ ഒന്നിച്ചിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാമ്പസ് ചിത്രത്തിൻ്റെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു, കഥയുടെ റൂട്ട് പറയുകയായിരുന്നു. അവിടെ നിന്ന് അമൽ കെ ജോബിയുടെ മനോഹരമായ തിരക്കഥയിൽ ഏകദേശം 55 ദിവസത്തെ ഷൂട്ടിങ്ങും ഏകദേശം 3-4 മാസത്തെ കഠിനാധ്വാനവും ഒക്കെയാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഒത്തിരി പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഏറ്റവും നന്ദി പറയേണ്ടത് യുവക്ഷേത്രം എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഒരു ആഘോഷം ഉണ്ടായെങ്കിൽ അതിന് ദൈവം കഴിഞ്ഞാൽ നന്ദി പറയേണ്ട ആഘോഷം സിനിമയ്ക്ക് യുവക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു വലിയ ക്യാമ്പസിനെയും അതിൻ്റെ ഉടമസ്ഥരായ അല്ലെങ്കിൽ അതിപ്പോൾ നടത്തുന്ന മാത്യുവച്ചനെയും ലാലുവച്ചനെയും പാലക്കാട് രൂപതയുടെ മേലധ്യക്ഷനെയൊക്കെ നന്ദിയോടെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം രാത്രിയും പകലും ഇല്ലാതെ ആശ്രമം നമുക്ക് വേണ്ടുന്നത് ഞാൻ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. പ്രണവ് സാർ ഒത്തിരി യുവക്ഷേത്രയുടെ മുഴുവൻ ടീമിനെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ മ്യൂസിക് ലോഞ്ച് സംഘടിപ്പിക്കും. ഇവിടെയാണല്ലോ എനിക്ക് പറയാൻ പറ്റുക, നിങ്ങളെല്ലാം ഒന്നിച്ച് കാണുക. ഒരു വലിയ യാത്രയായിരുന്നു, തമാശല്ല. അതിൻ്റെ റിസ്കുകൾ ഒത്തിരിയുണ്ട്. ഈ സിനിമയ്ക്ക് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഞാൻ ആദ്യത്തെ സിനിമ കൊണ്ട് തന്നെ ഒരു പരിധിവരെയൊക്കെ ഇതെനിക്ക് അത്ര പറ്റിയ പണിയൊന്നും ആണെന്ന് തീരുമാനിച്ചില്ലായിരുന്നു. ഒരു പക്ഷേ നിസ്സഹായമായി നിർത്തിയേക്കാം എന്നൊക്കെ ഓർത്ത സാധനമായിരുന്നു സിനിമ. പക്ഷെ അവിടെ ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രൊഡ്യൂസേഴ്സായിട്ട് വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ട്, എന്നാൽ ചിലർക്ക് വരാൻ പറ്റിയിട്ടില്ല. പ്രിൻസ് ബ്രോസി ഓസ്ട്രിയ എന്നുള്ള ഒരു നമ്മുടെ സുഹൃത്താണ്. അതോടൊപ്പം തന്നെ ജോഡി മോൻ UK എന്നുള്ളതാണ്. ബൈജു SR ബാംഗ്ലൂർ എന്നുള്ള ആളാണ്. അവർ മൂന്നും വരാത്തതുകൊണ്ടാണ് അവരുടെ പേര് ആദ്യം ഞാൻ പറയുന്നത്, മറക്കാതിരിക്കാൻ. അതോടൊപ്പം നമ്മുടെ ഇവിടെ ഉള്ളത് റോണി ജോസ് സൗത്ത് ആഫ്രിക്കയാണ്. ഇപ്പോൾ നമ്മളെ ഈ കൂടെ എന്നോടൊപ്പം ഇവിടെ ഇരിക്കുന്നത് ഡോക്ടർ ദേവസി കുര്യൻ ബാംഗ്ലൂർ എന്നുള്ള പ്രൊഡ്യൂസറാണ്. അതോടൊപ്പം ജെസ്സി മാത്യു ദുബായിലുള്ള എൻ്റെ സുഹൃത്തായിരുന്നു. അതോടൊപ്പം ആനി
ചേച്ചി US നിന്നുള്ള എൻ്റെ സുഹൃത്താണ്. ഇങ്ങനെ ഞങ്ങൾ ഒരു ടീം ഒന്നിച്ച് വർക്ക് ചെയ്യായിരുന്നു. ഈ യാത്രയിൽ ഒരു പാട്ടിൻ്റെ ലോകമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. എൻ്റെ ലൈഫ് തന്നെ പാട്ടിൻ്റെ ലോകമാണ്. അപ്പോൾ ഞാൻ അവിടെ കറക്റ്റ് പാട്ടിൻ്റെ പറഞ്ഞപ്പോഴത്തേനും നമ്മളെ പാട്ടിൻ്റെ ആളും എത്തിയിട്ടുണ്ട്. പാട്ട് നല്ലത് വേണം എന്നുള്ളത് ഏത് സിനിമയിലാണേലും എൻ്റെ ആഗ്രഹമാണ്. അത് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് ഇപ്പം തിരുനാൾ നടന്നാലും ഏത് ആഘോഷം നടന്നാലും പാട്ട്, ഡാൻസ്, ഈ സംവിധാനം ഒന്നുമില്ലാതെ നമ്മൾ ഒരു സംഭവം നടക്കുകയല്ല, ശരിയല്ലേ? ആണോ? നിങ്ങളോട് എന്ന് പറഞ്ഞാണോ അല്ലയോ? യെസ്. അത് വേണമെങ്കിൽ നല്ല പാട്ടുകൾ വേണം. നല്ല പാട്ടുകളില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാട്ടുകൾ ആഘോഷിക്കപ്പെടും. അതെന്ത് ഇപ്പം അമ്പലത്തിൽ ഉത്സവം നടന്നാലും മുസ്ലിം സഹോദരങ്ങളുടെ ആഘോഷം നടന്നാലും പള്ളിയിലെ തിരുനാൾ നടന്നാലൊക്കെ നല്ല പാട്ടുകൾ വേണം, നല്ല സിനിമകൾ വേണം, ഇതെല്ലാം നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ കൂടെ ഈ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഭാഗമായ എല്ലാവരെയും സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർത്തുകൊണ്ട് ഞാനതിലേക്ക് പെട്ടെന്ന് എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങളുടെ ഈ സിനിമയുടെ യാത്രയിൽ മ്യൂസിക് ആയിരുന്നു പ്രാധാന്യപ്പെട്ടതെന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ സ്റ്റീഫൻ ദേവസിയോട് സംസാരിച്ചു. സ്റ്റീഫൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം എനിക്ക് തോന്നുന്നത് സ്റ്റീഫൻ ലോഞ്ച് എന്ന് പറഞ്ഞൊരു വലിയ സംരംഭത്തിൻ്റെ ഓട്ടത്തിലായിരുന്നു. അതോടൊപ്പം പല രാജ്യങ്ങളിലെ പ്രോഗ്രാമുകൾക്കിടയിലാണ്. എങ്കിലും നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, നമ്മുടെ കുഞ്ഞിന് നല്ലതെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല 2 ഗാനങ്ങൾ മനോഹരമായി സ്റ്റീഫൻ്റെ സംഗീതത്തിൽ ഇവിടെയുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഗൗതം വിൻസെൻ്റ്, അദ്ദേഹം നല്ല ഒരു മ്യൂസീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് നല്ലൊരു സിംഗറാണ്. എൻ്റെ ആദ്യ സിനിമയുടെ പ്രൊഡ്യൂസറിൻ്റെ മോനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് 2 പാട്ട് കൊടുത്തു. ആ പാട്ട് റിലീസ് ചെയ്യുന്നത് ഡിസംബർ 12-ാം തീയതി ഖത്തറിൽ വെച്ചാണ്. അത് വലിയൊരു പ്രോഗ്രാം തന്നെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ആൻഡ് ടീം ഗൗതമിൻ്റെ കെയറോഫിൽ തന്നെ. അതിനും തീർച്ചയായിട്ടും അവരെ നന്ദിയോടെയും പ്രാർത്ഥനയോടെയൊക്കെ ഈ നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് ഈ യാത്രയിൽ ഞങ്ങളുടെ ഉണ്ടായിരുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ആക്ടേഴ്സ്, നിങ്ങൾക്ക് എല്ലാം വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരൊന്നും പറഞ്ഞില്ലെങ്കിലും ഒന്നും പിണങ്ങരുത്. നരയൻ, അതുപോലെ തന്നെ കുട്ടേട്ടൻ, വിജയരാഘവൻ ചേട്ടൻ, ജോണി ആനന്ദ ചേട്ടൻ, ബോബി കുര്യൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഷാജു ശ്രീധര, ജെയ്സ് ജോസ്, അതോടൊപ്പം ജെയ്സ് മോൻ എപ്പോഴും വിളിച്ച് അതായിപ്പോയത് കേട്ടോ. ഏതൊക്കെയാലും ഞങ്ങളുടെ ഒരു വലിയ ടീം, എല്ലാവരുടെയും പേര് പറയുന്നതായിട്ടേ കൂട്ടാവുള്ളൂ. ഇവരെ എല്ലാം ചേർത്തിണക്കി അമൽ കെ ജോബി മനോഹരമായി ക്യാമ്പസ് ചിത്രം 100 കണക്കിന് പിള്ളേരെ കൂട്ടിച്ചേർത്ത് 1000 കണക്കിന് ആൾക്കാരെ മൊത്തത്തിൽ ഉൾപ്പെടുത്തി മനോഹരമായ ഒരു ചിത്രം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഗാനങ്ങളാണ് നിങ്ങൾ കേൾക്കുക. അതിനി പ്രത്യേകിച്ച് ഈ യാത്രയിൽ ഞങ്ങളെ സഹായിച്ച് 2-3 പേരെ കൂടെ പെട്ടെന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. ഒന്ന്, ഞങ്ങളുടെ റോസ്മിൻ കേട്ടോ, നല്ലൊരു സുന്ദരിയായ നായികയെ ഞങ്ങൾ നേരത്തെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. നല്ല അവസരങ്ങൾ കിട്ടാൻ ആ കുട്ടിക്ക് സാധ്യതകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇതേ നമ്മുടെ സുമേഷ്, മക്ബൂല്, ഒത്തിരിയും പേരുണ്ട് കേട്ടോ. നിങ്ങളുടെ ആരുടെയും പേര് എല്ലാവരുടെയും പറയും. ഇവരെല്ലാം വരുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ടെന്ന്. കുറച്ച് പേരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ യാത്രയിൽ നമ്മളെ സഹായിച്ച ഒരു 2-3 കൂട്ടരങ്ങൾ എനിക്ക് പെട്ടെന്ന് പറയേണ്ടത്. ഒന്ന്, ഇടിമണിക്കൽ ജ്വല്ലറിയാണ്. അവരുടെ ഈ ക്രിസ്മസ് കരോൾ ഗാനത്തിൻ്റെ സ്പോൺസർ അദ്ദേഹമാണ്. കാരണം അത് വലിയ ലോകം മുഴുവൻ മത്സരിക്കാൻ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനം ഒരുക്കി അവർ നമ്മളെ കാത്തിരിക്കുകയാണ്. റീൽസ് മത്സരത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഈ ക്രിസ്മസ് ഗാനം ഇന്ന് ഓപ്പൺ ആക്കുന്നതും തുടങ്ങി. അതിൻ്റെ അവസരങ്ങളാണ് ഇത്. പിന്നീട് തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽ പറയും. അപ്പോൾ സണ്ണിച്ചൻ ഇടിമണ്ണിക്കലിനെ ഏറ്റവും സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും നന്ദിയോടെയും ഞാൻ ഈ നിമിഷങ്ങൾ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏബൽസ് ഗാർഡൻ, അദ്ദേഹം പ്രിൻസ് സാർ മുഖേനയാണ് എനിക്ക് നേരത്തെ തുടങ്ങി അറിയാമെങ്കിലും പ്രിൻസ് സാറിൻ്റെ ബന്ധത്തിലാണ് അവർ കോൺടാക്ട് ചെയ്യുന്നത്. ജോസ്മോൻ സാറും ഒക്കെ കൂടെ ഒരു വലിയൊരു പ്രൊജക്റ്റാണ്. ഭാവിയിൽ നമുക്കൊക്കെ ആവശ്യം വരുന്ന ഒരു വലിയ പ്രൊജക്റ്റ് കരിമണ്ണൂർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഒക്കെ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു സാധനമാണത്. അവരും നമ്മളെ കൂടെ നിന്ന് സഹായിച്ചു. ആ ടീം എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, പാട്ടുകൾ മനോഹരമാക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ നിന്ന സ്റ്റീഫനെയും ഗൗതമിനെയും, അതുപോലെ അതിൻ്റെ രചന വഹിച്ച സന്തോഷ് വർമ്മ ഇവിടെയുണ്ട്. ഹരിനാരായണ സാർ ഇല്ലാത്തതുകൊണ്ടാണ്, അദ്ദേഹം യാത്രയിലാണ്, അല്ലെങ്കിൽ അദ്ദേഹവും വരുമായിരുന്നു. നല്ല രചനയ്ക്ക് നല്ല സംഗീതം നൽകിയ 4 പാട്ടുകളാണ് നമ്മുടെ സിനിമയിലുള്ളത്. അതുപോലെ ഈ സിനിമയ്ക്ക് പ്രത്യേകതയുണ്ട്. എല്ലാ സിനിമയ്ക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ സിനിമയ്ക്ക് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ അത് നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു തന്നേക്കുന്നത് ഫോർ മ്യൂസിക്കാണ്. അവരുടെ ടീം എല്ലാവരും ഉണ്ട്. ഇനി ഈ ബാംഗ്ലൂരാണ് അടുത്തത്. ബാംഗ്ലൂരിൽ നിന്ന് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി കടന്നു വന്നേക്കുന്ന ജെൻസൺ ചേട്ടന്, ബിജു തലച്ചർ തുടങ്ങിയ ഒരു ടീം തന്നെ ഉണ്ട്. അവരിന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി ബാക്കി എല്ലാ ജോലിയും മാറ്റിവെച്ച് ബാംഗ്ലൂർ വലിയൊരു തരംഗം തന്നെയാണ് നമ്മുടെ ആഘോഷം ഈ സിനിമയ്ക്ക് ഇവരെല്ലാവരുടെ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ മ്യൂസിക് റൈറ്റ്സ് നമ്മളോട് എടുത്ത ഗുഡ്വിൽ ജോബി സാറും അവരുടെ ടീമുമാണ്. അവർ നമുക്ക് വേണ്ടി പാട്ടുകൾ ലോകം മുഴുവൻ എത്തിക്കും എന്നതിൽ സംശയമില്ല. അതോടൊപ്പം ഓവർസീസ് റൈറ്റ്, ഞാൻ ഈ സിനിമ തുടങ്ങുമ്പം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോലെ സ്വർഗം എടുത്തതിൻ്റെ ഒരു ശ്വാസമുട്ടലൊക്കെ ആയിട്ടാണ് എന്നെ നടത്തുന്നത്. നമുക്ക് പിടിയില്ല.
സിനിമ നമ്മുടെ ലോകമാണെന്ന് അറിയില്ല. അവിടെ ഞാൻ ആദ്യം കാണുന്നത് സൈബർ സിസ്റ്റത്തിൻ്റെ ശിവചേട്ടനെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓവർസീസ് അവർ സ്വന്തമാക്കുകയും നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്ന ശിവചേട്ടൻ ഇവിടെ എത്തിയിട്ടില്ല എങ്കിലും ശിവചേട്ടനും വൈഫ് ഇപ്പോൾ വരും, ബ്ലോക്കിൽ പെട്ടുപോയിരിക്കുന്നതാണ്. അവരെയും അതുപോലെ തന്നെ നമ്മുടെ മീഡിയ സപ്പോർട്ട് സ്വരാജ് ചേട്ടൻ, ലുലുവിൻ്റെ മീഡിയ, നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തൊന്നും വേണ്ട, അത് ഒരു 4 അടി പുറകിലൊക്കെ ഇരിപ്പുണ്ട്. അദ്ദേഹവും നമ്മുടെ മീഡിയയിൽ എല്ലാവർക്കും നമ്മളെ എല്ലാ തരത്തിലും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഡോക്ടർ ഋഷിൻ സുമൻ, അതുപോലെ നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് വേണ്ടി പിന്നെ എനിക്ക് 2 സിനിമയ്ക്കും എൻ്റെ കൂടെ നിന്ന ഒരാളാണ് ഡോൺ മാക്സ്. അദ്ദേഹം വളരെ നന്നായിട്ട് ഈ സിനിമയുടെ ഫുൾ വർക്ക്, എഡിറ്റിംഗ് മാത്രമൊന്നുമല്ല എല്ലായിടത്തും കൂടെ നിന്ന് നമ്മളെ സഹായിക്കുകയാണ്. ഇനി നമ്മുടെ ആഘോഷം ടീമിൻ്റെ മുഴുവൻ പേരുടെ പേരിലാണ് ഞാൻ ഒറ്റ വാക്കി പറയുകയാണ്. ഡയറക്ടർ ആൻഡ് ടീം, അതിൻ്റെ അകത്ത് അമൽ കെ ജോബി ഇപ്പോഴും ഓടി നടക്കുന്നുണ്ട്, ടൈറ്റസ് ആ ഒരു ഗ്രൂപ്പ് മുഴുവൻ, ഡയറക്ടറിൻ്റെ ടീം, അതോടൊപ്പം തന്നെ ആർട്ട് വർക്ക് മനോഹരമായി ചെയ്ത ഞങ്ങളുടെ ആർട്ടിൻ്റെ ടീം, അതുപോലെ തന്നെ DOP റോജോ ഭംഗിയായിട്ട് ഈ സിനിമയെ ക്യാമ്പസ് ചിത്രത്തെ അദ്ദേഹം ഒപ്പിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ടീം സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പിയവർ തുടങ്ങി അവസാനത്തെ ഡയറക്ടർ വരെയുള്ള പാട്ടുകൾ രചിച്ച സംഗീതം ചെയ്ത ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിന്ന പൈസ കൊണ്ട് സഹായിച്ചവർ, അതുപോലെ തന്നെ സാധ്യത കൊണ്ട് സഹായിച്ചവർ, പ്രാർത്ഥനയുടെ ലോകത്തെ മുഴുവൻ ഇപ്പോൾ ഈ ലൈവ് പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെയുള്ളതിനേക്കാളും പ്രവാസികളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ജീവിച്ചത് 10-20 വർഷം പ്രവാസ ജീവിതത്തിലാണ്. അതുകൊണ്ട് ഇതെല്ലാം ലൈവ് പോകുമ്പോൾ എന്നെ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പ്രവാസികളുണ്ട്. അത് പണമായിട്ടല്ല, അവരുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ ഷെയറിങ് കൊണ്ടും ഒക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ യാത്രയിൽ നമ്മുടെ ഇപ്പോഴും തന്നെ ഉണ്ട് നമ്മുടെ പുത്തേട്ട്, റോയ് ചേട്ടൻ, ജോർജ് സാർ, ഇങ്ങനെ എനിക്ക് പറയാനാണ് ഇവിടെ മുഴുവൻ പേരുടെ പേര് പറയണം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതുപോലെ തന്നെ പ്രിൻസ് സാർ പ്രത്യേകം പറഞ്ഞു, ജോർജ് കുട്ടി കലാഭവൻ്റെ ജോർജ് കുട്ടി സാറിനെ ഇവിടെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. വലിയൊരു സംരംഭത്തിൻ്റെ മുൻ ക്യാപ്റ്റനായിരുന്നു കലാഭവൻ്റെ. അദ്ദേഹം ഇവിടെ നമ്മളെ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ സാംകുട്ടി ചേട്ടൻ, അതുപോലെ തന്നെ ഒത്തിരി നോക്കുമ്പോൾ എല്ലാവരുടെയും പേര് പറയാവുന്ന മുഖങ്ങൾ, ആദ്യം പറഞ്ഞ പോലെ കടപ്പാടിൻ്റെ മുഖങ്ങൾ, അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോൾ നന്ദുചേട്ടനും അപ്പുറം ഇപ്പുറയും ഒരു 2 എന്നാ പറയണ്ടേ ശക്തമായ കരങ്ങളായിട്ട് പ്രണവ് ആൻഡ് ആന്റണി ശക്തമായി ഞങ്ങളോട് വന്നു. ഇപ്പം ഞാൻ മീഡിയ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവിടെ നിൽക്കുന്ന മീഡിയയുടെ എൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും, അതുപോലെ സന്തോഷ് മണിമല, ഒത്തിരിയേറെ പേര് ഇവിടെ നിങ്ങൾ ആ പേര് പറയാത്തവർക്കാണ് ഇനിയുള്ളതെന്ന് ഓർത്താൽ മതി. നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെയും ആഘോഷത്തിൻ്റെ ടീമിൻ്റെ ഭാഗമായി ഇന്ന് ഞങ്ങൾ വിളിച്ചപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ടും കൂടെ ഇത്രയേറെ പേര് ഇവിടെ കടന്നു വന്നെങ്കിൽ ഞങ്ങളോടുള്ള സ്നേഹമാണ്. അതിനെല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ടും പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ടും എൻ്റെ ദൗത്യം ഞാൻ അത്യാവശ്യ കാര്യങ്ങളെന്ന് പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളിലേക്ക് അടക്കം പാട്ടുകൾ കേൾക്കാം. സ്റ്റീവൻ എത്തിയിട്ടുണ്ട്. സ്റ്റീവൻ്റെ ചെറിയ പ്രോഗ്രാമൊക്കെ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് മനോഹരമായിട്ട് ഇതിനെ ക്രോഡീകരിക്കാം. നിങ്ങളെല്ലാവരും തന്ന നല്ല സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മൈക്ക് ഞാൻ രമ്യയോടും കൂടെ കടപ്പാട് നിന്ന് 2-3 പ്രോഗ്രാമായി എന്നോട് വരികയെന്ന് പറഞ്ഞു. എനിക്ക് രമ്യ വരണമെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ കടപ്പാടില്ലാത്ത ആരുമില്ല. ഏതെങ്കിലും തരത്തിൽ എല്ലാവരോടും നമുക്ക് വേണ്ടി സഹകരിക്കുകയും നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യുകയും സ്റ്റീവൻ്റെതായ റൂട്ടിലല്ല സ്റ്റീവൻ നമ്മളോട് പെരുമാറുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഷാജു ശ്രീധരൊക്കെ ഇവിടെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിപ്പുണ്ട്. എല്ലാവരും നമ്മളോട് കാണിച്ച വലിയ സ്നേഹത്തിന് ആഘോഷം ടീം മുഴുവനും വേണ്ടി ഞങ്ങൾ വിളിച്ചിട്ട് വന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.